വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവിടെ UDF വലിയ പ്രതീക്ഷയിലാണ്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ LDF-ഉം അതുപോലെ തന്നെ മറ്റ് വേറെ സംഘടനകളുടെയൊക്കെ പിന്തുണ LDF-ഉം UDF-ഉം ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ നിലമ്പൂരിലേക്കുള്ള യാത്രയിലാണ്. നമ്മോടൊപ്പം ഒരു പഞ്ചായത്തിൻ്റെ മൊത്തം ചുമതലയുള്ള അമരമ്പലം പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള പെരിന്തൽമണ്ണയുടെ MLA നജീബ് കാന്തപുരം ഉണ്ട്. നജീബ് കാന്തപുരം, UDF വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ കാടിളക്കിയുള്ള പ്രചരണമെന്ന് പറയാം. എന്താണ് UDF-ൻ്റെ സ്ഥിതി, വിജയപ്രതീക്ഷ? നമ്മൾ കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളെ കേരളം നേരിട്ടു. ഈ 2021 15-ാം നിയമസഭ നിലവിൽ വന്നതിന് ശേഷം ആ 3 ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടായതിനേക്കാൾ വലിയ റിസൾട്ടാണ് ഞങ്ങൾ നിലമ്പൂരിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം അത്രയേറെ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം തിളച്ചുമറിയുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യമാകും. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശവാദങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഫീൽഡിൽ മുഴുവനും നിലമ്പൂരുകാരായ പ്രവർത്തകരാണ്. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി അങ്ങനെ ഒരു അവകാശം പോലും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നേരത്തെ ഒരുങ്ങി, ഞങ്ങളതിന് നല്ല പ്രിപ്പറേഷൻ നടന്നു. ഇപ്പോൾ അമരമ്പലം പഞ്ചായത്ത് 1500 വോട്ട് LDF ലീഡ് ചെയ്യുന്ന പഞ്ചായത്തിലാണ് എനിക്ക് ചുമതലയുള്ളത്. ഞാൻ ഉറപ്പിച്ച് പറയാം, അവിടെ UDF ലീഡ് ചെയ്യും. UDF ഒരു മികച്ച വോട്ടിന് 1500 വോട്ടെങ്കിലും UDF ലീഡ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്തും, കാരണം ഈ തെരഞ്ഞെടുപ്പ് സമ്പൂർണ്ണമായും പൊളിറ്റിക്കലാണ്. CPIM മുന്നോട്ട് വെച്ച എല്ലാ ആശയങ്ങളും കാറ്റിൽ പറത്തി ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി പിണറായി സർക്കാർ മാറിയപ്പോൾ അതിനെതിരായിട്ടുള്ള വികാരം UDF പ്രവർത്തകരുടെ ഭാഗത്ത് മാത്രമല്ല, അത് LDF-ൻ്റെ സാധാരണ പ്രവർത്തകർക്ക് പോലും ആ പ്രതിഷേധം കനത്ത് നിൽക്കുന്നുണ്ട്. ആശാവർക്കർമാരുടെ പ്രശ്നം, അങ്കണവാടി ടീച്ചർമാരുടെ പ്രശ്നം, അവരുടെ നിത്യജീവിതത്തിൻ്റെ പ്രശ്നം, നികുതി വർധനവിൻ്റെ പ്രശ്നം, വീട്ടുനികുതി വർധനവിൻ്റെ പ്രശ്നം, ഭൂനികുതി വർധനവിൻ്റെ പ്രശ്നം, എന്നാൽ ഇതിനുള്ള ഒരു സർവീസും തിരിച്ച് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കാത്ത പ്രശ്നം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസിൻ്റെ മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല, ഒരു മാനുഷിക അനുകമ്പയോ ഒരു സഹാനുഭൂതിയോ ഒരു ജീവിതത്തിൽ മനുഷ്യന്മാരോട് കാണിക്കേണ്ട ഒരു ആ തരത്തിലുള്ള ഒന്നും ഈ സർക്കാരിനില്ല. ഇപ്പം നിരന്തരമായി അതൊരു മലയോര പ്രദേശം നിലക്ക് നിരന്തരമായി കാട്ടാനകളുടെ, കാട്ടുപന്നികളുടെ, അതുപോലെ കടുവയുടെ ഒക്കെ വന്യജീവികളുടെ ഒക്കെ അക്രമം വളരെ ശക്തമായി തുടരുന്നൊരു സമയത്തും ഗവൺമെൻറ് ഒരു പോളിസി ചേഞ്ചിന് പോലും മുൻകൈ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ 100% പൊളിറ്റിക്കലായി കാണുന്നു. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തൽ തന്നെയായി ഞങ്ങൾ കാണുന്നു. ഒരു കാരണവശാലും അവിടെ ഞങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാവില്ല. നല്ല വിജയം ഞങ്ങൾക്കുണ്ടാകും. മാത്രമല്ല, UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് വരികയാണ്. അപ്പോൾ UDF-ൻ്റെ ഈ ഒരു മുന്നേറ്റത്തെ CPIM ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല, അവിടെ സ്വരാജ് വന്നതോടുകൂടി LDF പ്രവർത്തകരൊന്ന് ഉണർന്നിട്ടുണ്ടെന്ന് അവിടെ പല ആളുകൾ പറയാറുണ്ട്. മാത്രമല്ല, PDP ഒരു വലിയ രാഷ്ട്രീയ കക്ഷിയല്ലെങ്കിലും അവർക്ക് ചെറുതായിട്ട് ചില പോക്കറ്റുകളിലൊക്കെ ആളുകളുണ്ടാകും. അവരുടെ പിന്തുണ LDF-ന് കിട്ടുന്നു. പിന്നെ ഹിന്ദു മഹാസഭയുടെ ഒരാൾ അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. പിന്നെ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് വലിയ വിവാദമാക്കി മാറ്റുന്ന, കഴിഞ്ഞ ദിവസം സുന്നി ഒരു നേതാവ് അതിനെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടാക്കുന്നു. കാന്തപുരം വിഭാഗം അത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയാക്കി മാറ്റുന്നു. ഇതൊക്കെ UDF-നെ ബാധിക്കുമോ? ഞാൻ ഏറ്റവും രസകരമായ കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി 2024 തമിഴ്നാട്ടിൽ ഒരുമിച്ചൊരു MP ഉണ്ടാക്കിയ ആളുകൾ കേരളത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദിയാണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ആ തമിഴ്നാട്ടിലെ MP-യോട് ഈ കാര്യമെങ്കിലും ചോദിച്ചറിയണം. എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഒരു രീതി അതാണ്. തങ്ങൾക്ക് കിട്ടാത്ത മുഴുവൻ ആളുകളെ ഒന്നുകിൽ വർഗീയവാദിയാക്കും, അല്ലെങ്കിൽ സംഘിയാക്കും. ഇപ്പോൾ സംഘികളുടെയും വർഗീയവാദികളുടെയും മുഴുവൻ പിന്തുണ CPM കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും.
ഞാൻ ഉറപ്പിച്ചു പറയാം, സംഘികൾക്കോ തീവ്രവാദികൾക്കോ നിലയുറപ്പിക്കാൻ കഴിയാത്ത കേരള മണ്ണ് UDF പിന്തുണക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായുള്ള പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 10 വർഷം മുമ്പ് LDF സ്ഥിരമായി പിന്തുണ കൊടുത്തിരുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്ത വർഗീയത എപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ 10 കൊല്ലത്തിനിടയിൽ ഉണ്ടായത്? അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ രാഷ്ട്രീയ നാടകമാണ്. പിന്നെ മാത്രമല്ല, അവർക്ക് ഗവൺമെൻറ്റിനെതിരെ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വിഷയങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള റിസർച്ച് നടത്തുന്നത്. ഞങ്ങൾ അതിൻ്റെ ഒന്നും പുറകെ ഓടുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനോടുള്ള ഏറ്റുമുട്ടലാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനോടുള്ള ഏറ്റുമുട്ടലാണ്. അതിന് പിന്തുണക്കാൻ തയ്യാറുള്ള എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം. നിങ്ങൾ നോക്കൂ, ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഏറ്റവും വലിയ വർഗീയ സംഘടനയുടെ പിന്തുണ വാങ്ങി കീശയിലിട്ടിട്ടാണ് ഇത്തരം മുസ്ലിം വർഗീയതയെക്കുറിച്ച് ഇവർ വാചാലാവുന്നത്. എന്തൊരു ആഭാസമാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. ഒരു ഭാഗത്തൊരു ചക്രവർത്തിയും മറുഭാഗത്ത് സാധാരണ മനുഷ്യരുമാണ്. സാധാരണ മനുഷ്യരെ ജയിച്ചിട്ടുള്ളൂ. ഈ നിലമ്പൂരിലും സാധാരണ മനുഷ്യരുടെ ജയം ഞങ്ങൾ 23-ന് ആഘോഷിക്കും. ഈ PV അൻവറിൻ്റെ എഫക്റ്റ്, PV അൻവറിന് കുറച്ച് സാധാ വോട്ടുകളൊക്കെ കിട്ടും, മാത്രമല്ല അദ്ദേഹത്തിന് എടുത്ത നിലപാട് എന്താണെന്നൊക്കെ അവിടെ ചർച്ചയാവുന്നുണ്ട്. അൻവർ ഒരു വെല്ലുവിളിയാവുമോ? ഞാൻ പറഞ്ഞല്ലോ, അവിടെ UDF ആരും വെല്ലുവിളിയല്ല. UDF നിയോജക മണ്ഡലമായി തന്നെ നിലമ്പൂർ തുടരും. ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് 3 പതിറ്റാണ്ട് കാലം ആര്യാടൻ ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിലമ്പൂരിനെ കുറിച്ച് നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് ഒരു സ്വതന്ത്ര പരിവേഷത്തിൽ പലതരത്തിലുള്ള വോട്ടുകൾ സമാഹരിച്ച് നടത്തിയ നാടകത്തിൻ്റെ വിജയം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തവണ ഞങ്ങൾ ശ്രീ ആര്യാടൻ മുഹമ്മദിനുണ്ടായ വിജയത്തേക്കാൾ തിളക്കമുള്ള വിജയം നിലമ്പൂർ കാത്തിരിക്കുകയാണ്. കാരണം ഇത് UDF 2026 സ്ഥാനാരോഹണത്തിലേക്കുള്ള കാൽവെപ്പാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാകുന്ന വിജയം തന്നെയാണ് 2026 UDF മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം, UDF പ്രവർത്തകർ. UDF സമുന്നതരായ നേതാക്കളെല്ലാം നിലമ്പൂരിലുണ്ട്. നമ്മൾ ഇപ്പോൾ നിലമ്പൂരിലേക്കുള്ള യാത്രയിലാണ്. ഒപ്പം നമ്മോടൊപ്പം ഉള്ള നജീബ് കാന്തപുരം MLA. അദ്ദേഹത്തിന് ഒരു പഞ്ചായത്തിൻ്റെ ചുമതല, അമരമ്പലം പഞ്ചായത്തിൻ്റെ ചുമതലയുണ്ട്. അവിടെ LDF അമരമ്പലം പഞ്ചായത്തല്ലേ? അതെ, അമരമ്പലം പഞ്ചായത്തിന്. അപ്പോൾ UDF അവിടെ വിജയം ഉറപ്പാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല 2026 UDF തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷമുള്ള സ്ഥാനാരോഹണത്തിൻ്റെ തുടക്കമാകും നിലമ്പൂരിലെ വൻ വിജയമെന്ന് കൂടി അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. എന്തായാലും താങ്കളുടെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ താങ്കളുടെ ആഗ്രഹം പോലെ എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കട്ടെ ആശംസിക്കുന്നു. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നിള 24 ലൈവ്.